ॐ ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरोः श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഇപ്പോൾ ആറാമത്തെ ശ്ലോകം വായിക്കാം. महर्षय सप्तपूर्वे चत्वारो मनवस्तथा मद्भाव मानसा जाता येषां लोक इमः प्रजाः. पूर्वे मुंब सप्तमहर्षयः तथा चत्वारः मनवः मद्भावाः. മുമ്പ് 7 മഹർഷികളും അപ്രകാരം 4 മനുക്കളും എന്നിൽ നിന്ന് ഉത്ഭവിച്ചു. എങ്ങനെയാണ്? മനസാ ജാത, അവര് മനസ്സിൽ നിന്ന് ജനിച്ചവരാണ്. ലോകേ ഇമ പ്രജാഹ യേഷാം, ലോകത്തിൽ ഈ പ്രജകൾ യാതൊരുവരുടെ ആകുന്നു, അല്ലെങ്കിൽ അവരുടേതാകുന്നു. ശ്രേഷ്ഠരായ സപ്തർഷികളും അവർക്ക് മുമ്പ് 4 മഹർഷിമാരും മാനവ സമുദായത്തിൻ്റെ പൂർവികരായ മനുക്കൾ എന്നിൽ നിന്ന് ഉദ്ഭവിച്ച് എൻ്റെ മാനസപുത്രന്മാരാണ്. വിവിധ ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ്. 4-ലും 5-ലും ആ ഭഗവാന്റെ സൃഷ്ടികളുടെ അവിടെ പ്രത്യേകിച്ച് വിവിധങ്ങളായിട്ടുള്ള ഗുണഗണങ്ങളുടെ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, വിവിധങ്ങളായിട്ടുള്ള ഗുണങ്ങളുടെ ഉത്ഭവം ഭഗവാനാണെന്ന് പറയുകയാണ്. അത് പറയാൻ കാരണം എന്താണ്? 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, യോമാം അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം. ഞാൻ ലോകമഹേശ്വരനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവരും വ്യാമോഹം തീർന്ന് പാവമുക്തനാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അടുത്ത 4-ലും 5-ലും ഭഗവാൻ പറയുകയാണ്, എല്ലാ ഗുണഗണങ്ങളും ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണെന്ന് പറയുകയാണ്. ഇവിടെ ഭഗവാൻ ഇത് ഒന്നുകൂടി വിസ്തരിക്കുന്നു. അതാണ് പറയുന്നത്, സപ്തർഷികൾ ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചത്വാര എന്ന് ഉദ്ദേശിക്കുന്നത് ചതുഷ്കുമാരന്മാർ ഭഗവാനിൽ നിന്ന് തന്നെയാണ്. എല്ലാവരും ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. എന്നാൽ ഇതെല്ലാം ആത്യന്തികമായിട്ട് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം എന്ന് തന്നെയാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. അപ്പോൾ ഭാവാർത്ഥത്തിൽ പറയുന്നു, വിശ്വനിവാസികളുടെ വംശപരമ്പരയെ ഭഗവാൻ സംക്ഷിപ്തമായി വിവരിക്കുകയാണ് ഇവിടെ. ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവ് ഭഗവത് ശക്തിയുടെ ആദിമ സൃഷ്ടി. ഭഗവാൻ ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികളും അവർക്ക് മുമ്പ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 മഹർഷിമാരും മനുക്കളും ഉത്ഭവിച്ചു. ഈ 25 മഹർഷിമാരാണ് ഈ ബ്രഹ്മാണ്ഡത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും പൂർവ്വപിതാക്കൾ. അപ്പോൾ നോക്കിക്കോളൂ, യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ മാനസപുത്രന്മാർ എന്ന് പറയുന്നത് ചതുഷ്കുമാരന്മാരാണ്. അവർ 5 വയസ്സായിട്ട് ജീവിതകാലം മുഴുവൻ നിലകൊണ്ടു. എങ്കിലും ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ക്രിയേഷനിൽ, സൃഷ്ടിയിൽ സീനിയർ മോസ്റ്റ് എന്ന് പറയുന്നത് ചതുഷ്കുമാരന്മാരാണ്. അപ്പോൾ എല്ലാ വംശപരമ്പരകളും വരുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. ഓരോ ബ്രഹ്മാണ്ഡത്തിലും എണ്ണമറ്റ ലോകങ്ങളും
ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു. ഓരോ ഗ്രഹങ്ങളിലുമുണ്ട് വിവിധ തരത്തിലുള്ള നിവാസികൾ. ഈ 25 കുലപതികളിൽ നിന്ന് ഈ 25 കുലപതികളിൽ ഉണ്ടായവയാണ് എല്ലാം. സൃഷ്ടി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃഷ്ണൻ കാരുണ്യം കൊണ്ട് ഗ്രഹിക്കുന്നതിന് മുമ്പായി ബ്രഹ്മാവ് 1000 ദേവവർഷങ്ങൾ തപസ് അനുഷ്ഠിച്ചു. ഇത് നമുക്കറിയാലോ. സൃഷ്ടിയുടെ തുടക്കം ബ്രഹ്മാവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. പിന്നീട് തപ എന്ന ആ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ 1000 ദേവവർഷങ്ങൾ ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിൽ നിന്ന് സനക സനന്ദ സനാതന സനത് കുമാരന്മാരും അവർക്ക് ശേഷം രുദ്രനും പിന്നെ സപ്തർഷികളും ഉളവായത്. അങ്ങനെ ഭഗവത് ശക്തിയിൽ നിന്ന് ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാം ഉത്ഭവിച്ചു. ബ്രഹ്മാവ് പിതാമഹനെന്നും കൃഷ്ണൻ പ്രപിതാമഹനെന്നും അറിയപ്പെടുന്നു. ഇത് ഭഗവത്ഗീത 11-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ പേര് പ്രപിതാമഹൻ എന്നാണ്, ബ്രഹ്മാവിന്റെ പേര് പിതാമഹൻ എന്നാണ്. 7 ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോ വികൽപേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഏതാം വിഭൂതിയും ഈ വിഭൂതിയെയും, യോഗം ച യോഗാത്മശക്തിയെയും, തത്വതഃ യഥാർത്ഥമായി, യഹ യാതൊരുവൻ വേത്തി അറിയുന്നുവോ, സഹ അവൻ, അവികൽപേന യോഗേന യോഗത്തോട്, ഇവിടെ ഭക്തിയുടെ സേവനത്തോട്, യുജ്യതയെ യോജിക്കുന്നു, മുഴുകുന്നു, അത്ര അതിൽ ന സംശയ. നോക്കിക്കോളൂ, എന്താണ് പറയുന്നത്? ഈ ഭഗവാന്റെ ഈ വിഭൂതികൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഭക്തിയോഗത്തിൽ ഭഗവാനെ ആരാധിച്ചിരിക്കും, ഒരാൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കും. അപ്പോൾ ഭഗവാന്റെ വിഭൂതി മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? നാം ഭഗവത് ഭക്തിയിൽ, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ വിഭൂതി നാം ഉൾക്കൊള്ളിട്ടുണ്ടെങ്കിൽ നാം ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടും. ആ ഭഗവാന്റെ വിഭൂതി നാം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നാം ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയും ഇല്ല. അതുകൊണ്ട് ചിലർ പറയുമ്പോൾ എനിക്ക് എല്ലാം ഭഗവാനാണ് സൃഷ്ടിച്ചത്, ഞാൻ ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാന്റെ വിഭൂതികളെ പറ്റി എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വശം. അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ടോ ചോദിക്കുക. അപ്പോൾ വേറെ സമ്പ്രദായമാണെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആയിരിക്കില്ല ജപിക്കുന്നത്, മറ്റ് കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മറ്റ് നാമങ്ങളായിരിക്കാം ജപിക്കുന്നത്. എങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചേ മതിയാവുകയുള്ളൂ. അതുപോലെ തന്നെ ദീക്ഷ എടുക്കണം, അതുപോലെ തന്നെ മറ്റ് ഭക്തി സേവനങ്ങളിൽ ഏർപ്പെടണം. ഇന്ന് ഏകാദശിയാണ്, ഏകാദശി നോക്കണം. അവിടെ ഏകാദശിയാണെന്ന് അറിയില്ല, ഇവിടെ ഏകാദശിയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഏകാദശി നോക്കുകയാണ്. അതുപോലെ ഭഗവാൻ പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാന്റെ വിഭൂതി മനസ്സിലായി എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഭഗവാന്റെ വിഭൂതി മനസ്സിലായിട്ടില്ല എന്നർത്ഥം. എൻ്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുടെ സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വെറുതെ ഭഗവാനിൽ വിശ്വാസമുണ്ട്, എല്ലാം ഭഗവാനെ പറ്റി അറിയാം, ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല. അതിനുശേഷം എന്താണ് പ്രവൃത്തി എന്ന് നോക്കണം. ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ദീക്ഷ എടുക്കുക, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുക. ഇങ്ങനെ നമ്മുടെ ഭക്തി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഈ ഭഗവാന്റെ വിഭൂതിയും യോഗശക്തികളെ പറ്റിയും മനസ്സിലായി എന്ന്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല. ഭാവാർത്ഥം: ആധ്യാത്മിക പരിപൂർണതയുടെ ഉച്ചകോടിയാണ് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം. പരമപ്രഭുവിൻ്റെ വിവിധ വിഭൂതികളെപ്പറ്റി തികച്ചും വിശ്വാസം ഉദിക്കാത്ത ഒരാൾക്ക് ഭക്തിപൂർവമായ സേവനത്തിലേർപ്പെടാൻ സാധിക്കുകയില്ല. ഈശ്വരൻ മഹാനാണെന്ന് ഏവർക്കും അറിയാം. അങ്ങനെയുള്ളതാണ് ആ മഹത്വമെന്ന് വിശദമായി അറിവില്ല താനും. അതിവിടെയാണ് വിവരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം എപ്രകാരമാണെന്ന് ശരിക്കറിഞ്ഞയാൾ സ്വാഭാവികമായി ആത്മസമർപ്പണം ചെയ്ത് ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവാന്റെ വിഭൂതികൾ ശരിക്ക് അറിയുന്നയാൾ അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നു. അയാൾക്ക് മറ്റുപായങ്ങളൊന്നുമില്ല.
ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ശ്രീമദ് ഭഗവത്ഗീതയും പോലെയുള്ള സാഹിത്യങ്ങളിലെ വിവരണങ്ങളിൽ നിന്ന് ഈ വാസ്തവിക ജ്ഞാനം നേടാവുന്നതാണ്. വിശ്വഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ദേവന്മാർ ഗ്രഹയൂഥങ്ങളിലുണ്ട്. അവരിൽ പ്രമുഖരാണ് ബ്രഹ്മാവും ശിവനും 4 മഹാന്മാരായ കുമാരന്മാരും മറ്റു പ്രജാപതികളും. വിശ്വജനതയ്ക്ക് ധാരാളം പൂർവികരുണ്ട്. അവരെല്ലാം പരമപുരുഷനായ കൃഷ്ണനിൽ നിന്ന് ജനിച്ചവരാണ്. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എല്ലാ പൂർവികന്മാരുടെയും ആദിമ പിതാവാണ്. ഇവയാണ് ചില ഭഗവത് വിഭൂതികൾ. അവയിൽ വിശ്വാസമുറച്ചവർ കൃഷ്ണനെ സംശയലേശമന്യേ മഹത്തായ വിശ്വാസത്തോടെ സ്വീകരിച്ച് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. പ്രേമഭക്ത യുധസേവനത്തിൽ താല്പര്യം വളർത്താനുള്ളതാണ് ഈ സവിശേഷ ജ്ഞാനമെല്ലാം. കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ ആർക്കും ഉപേക്ഷ പാടില്ല. അതറിയുന്നതിലൂടെ മാത്രമേ ആത്മാർത്ഥമായി ഭക്തി സാധനയിൽ ഉറച്ച് നിൽക്കുവാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ഭക്തജനങ്ങൾ നാമം ജപിക്കാം, ഭക്തജനങ്ങൾ പ്രസാദം കഴിക്കുന്നുണ്ടാകാം, നൈവേദ്യം അർപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിലും ഭക്തിയിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ഇല്ലാത്തിടത്തോളം കാലം ഭക്തിയിൽ പുരോഗതി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? പല വിധത്തിലുള്ള സംശയങ്ങളും നമ്മുടെ മനസ്സിൽ വന്നു വന്നിരിക്കും. ആ സംശയങ്ങൾക്ക് ശാസ്ത്രോക്തമായിട്ടുള്ള ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നാം ഭക്തിയുടെ പാതയിൽ നിന്ന് മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ നൽകിയെന്നിരിക്കാം. ഇതെല്ലാം ഊഹാപോഹങ്ങളായിരിക്കാം. അതിന് മറിച്ച് ശാസ്ത്രോക്തമായിട്ടുള്ള പ്രാമാണികമായിട്ടുള്ള ഉത്തരം തന്നെ നാം നമുക്ക് നൽകണം. അത് മറ്റുള്ളവരോട് ചോദിച്ചിട്ടാകാം, നമ്മൾ ശാസ്ത്രം വായിച്ചിട്ടാകാം. എങ്ങനെയായിരുന്നാലും ഭഗവത് ജ്ഞാനം ഇല്ലെങ്കിൽ ഭക്തിയിൽ പുരോഗതി ഉണ്ടാവില്ല. മറ്റൊരു വശം, നാം ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്. എന്നാൽ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നാമാപരാധം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. പല വിധത്തിലുള്ള നാമാപരാധങ്ങളാണ്. 10 നാമാപരാധങ്ങൾ നമ്മൾ രാവിലെ പറയാറുണ്ട്. ഗുരുവിനെ നിന്ദിക്കുക, അതുപോലെ തന്നെ ശ്രുതിശാസ്ത്ര നിന്ദനം, അല്ലെങ്കിൽ ദേവന്മാരെ ഭഗവാനെയും ഒരേ നിലയിൽ കാണുക, അല്ലെങ്കിൽ ഹരിനാമത്തിൻ്റെ മഹത്വം വെറുതെ പറയുന്നതാണെന്ന് കരുതുക. ഇങ്ങനെ പല വിധത്തിലുള്ള അപരാധങ്ങളുണ്ട്, നാമാപരാധങ്ങളുണ്ട്. അപ്പോൾ ജ്ഞാനം ഇല്ലെങ്കിൽ നാം അപരാധങ്ങൾ വീണ്ടും ചെയ്തു എന്നിരിക്കും. അങ്ങനെ ഭക്തിയിൽ പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവത് ജ്ഞാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇനിയുള്ള 4 ശ്ലോകങ്ങൾ 8, 9, 10, 11 ഈ ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലെ ചതുശ്ലോകി ഗീത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ കഴമ്പ് ഈ ശ്ലോകങ്ങളിൽ ഉണ്ട്. അപ്പോൾ നോക്കാം ചതുശ്ലോകി ഗീത എന്താണ് പറയുന്നത് എന്ന്. ഇതെല്ലാം വളരെ പ്രധാനമായിട്ടുള്ള ഹൃദയസ്ഥമാക്കേണ്ട ശ്ലോകങ്ങളാണ്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധാ ഭാവ സമന്വിതാഃ. ഇത് വളരെ ലളിതമാണ്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. അഹം സർവസ്യ പ്രഭവഃ എന്താണ്? ഞാനാണ് സർവജഗത്തിൻ്റെയും ഉത്ഭവസ്ഥാനം. മത്ത സർവം പ്രവർത്തതേ, എന്നിൽ നിന്ന് സർവവും ബഹിർഗമിക്കുന്നു. ഇതി മത്വാ, ഇത് മനസ്സിലാക്കിയിട്ട് ബുധാഹ വിദ്വാൻമാർ, ഭാവസമന്വിതാഹ അത്യധികം ശ്രദ്ധയോടെ അല്ലെങ്കിൽ ഭാവത്തോടെ മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. ഭൗതികാധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ശ്ലോകത്തിലാണ് സംബന്ധജ്ഞാനം ഭഗവാൻ പറഞ്ഞു നൽകുന്നത്. എന്താണ് സംബന്ധജ്ഞാനം?
സംബന്ധജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള സംബന്ധം. ആദ്യം അറിവിൻ്റെ ആദ്യം എന്ന് പറയുന്നത് സംബന്ധജ്ഞാനമാണ്. ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംബന്ധജ്ഞാനമാണ്. സംബന്ധജ്ഞാനമില്ലാതെ നമുക്കൊരിക്കലും ഭക്തി അനുഷ്ഠിക്കാൻ പറ്റില്ല, നാമാവരാധങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം സംബന്ധജ്ഞാനമാണ്. സംബന്ധജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഭഗവാനും നമ്മളും ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ആ ബന്ധം, ഇതാണ് സംബന്ധജ്ഞാനം. എന്തുകൊണ്ടെന്നാൽ നാം ഇവിടെ ജീവിക്കുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചുറ്റുപാടുകളുണ്ട്, നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളും ഭഗവാനും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയില്ലെങ്കിൽ പിന്നീട് എന്തിനാണ് നാം ഭഗവാനെ ആരാധിക്കുന്നത്? അപ്പോൾ ഭഗവാനെ നാം ആരാധിക്കണമെങ്കിൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞേ മതിയാവുകയുള്ളൂ. ഇതാണ് സംബന്ധജ്ഞാനം. ആ സംബന്ധജ്ഞാനം ഭഗവാൻ ഇവിടെ അരുളി ചെയ്യുന്നു. എന്താണ്? ഞാനാണ് ആധ്യാത്മിക ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഉത്ഭവസ്ഥാനം, ഞാനാണ്. എന്നിട്ടോ ഇത് പൂർണ്ണമായും അറിയുന്നവർ എന്താണ്? എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ ഭാഗമാണ് സംബന്ധജ്ഞാനം. സംബന്ധജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത. ഇതാണ് സംബന്ധജ്ഞാനം. എന്നിട്ടോ ഇത് മനസ്സിലാക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ പേരാണ് അഭിധേയം. അഭിധേയതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി. ഇത് മനസ്സിലാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നു. ബുധന്മാർ എന്താണ്? ഭജന്തേ മാം ബുധ ഭാവസമന്വിതാഹ. ഭാവസമന്വിതാഹ ബുധാഹ മാം ഭജന്തേ. എന്നെ ഭജിക്കുന്നു. ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. അപ്പം ഇത് വളരെ പ്രധാനമാണ്. അപ്പം ഭാവാർത്ഥം, വേദങ്ങൾ പഠിക്കുകയും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവെ പോലുള്ള പ്രാമാണികരിൽ നിന്ന് അറിവ് നേടുകയും ആ ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഭൗതികാധ്യാത്മിക ലോകങ്ങളിലുള്ള എല്ലാത്തിൻ്റെയും തുടക്കം കൃഷ്ണനാണെന്ന് ബോധ്യപ്പെടുക. ബന്ധം എന്താണ്? എല്ലാം കൃഷ്ണൻ്റേതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് പൂർണ്ണമായി അറിയാവുന്നത് കൊണ്ട് അയാൾ ഭക്തിയുടെ സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നു. മൂഢന്മാർക്കോ അബദ്ധ ജഡിലങ്ങളായ വ്യാഖ്യാനങ്ങൾക്കോ ആ ഭക്തനെ വഴിപിഴപ്പിക്കാൻ ആവില്ല. കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മാവും ശിവനും മറ്റ് ദേവന്മാരും ഉദ്ഭവിച്ചതെന്ന് എല്ലാ വൈദിക സാഹിത്യങ്ങളും തീർത്തു പറയുന്നു. അഥർവ വേദത്തിൽ ഉൾപ്പെട്ട ഗോപാല തപന്യുപനിഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യോ ബ്രാഹ്മണം വിദധാതിപൂർവം യോ വൈ വേദാംശ്ച ഗാപയതി സ്മ കൃഷ്ണ. ആദ്യമായി ബ്രഹ്മാവിന് വേദജ്ഞാനം ഉപദേശിച്ചതും അതിന് പിൽക്കാലത്ത് പ്രചരിപ്പിച്ചതും കൃഷ്ണൻ തന്നെ. അഥ പുരുഷോ ഹൈവ നാരായണോ അകാമേത പ്രജാ സൃജേയത്തെ. പിന്നെ പരമപുരുഷനായ നാരായണൻ ജീവസത്തകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു എന്ന് നാരായണ ഉപനിഷത്ത് ഇതേ ഉപനിഷത്ത് തന്നെ തുടരുന്നു. എന്താണ്? നാരായണാത് ബ്രഹ്മാജായത്തെ, നാരായണാത് പ്രജാപതി ജായത്തെ, നാരായണാത് ഇന്ദ്രോ ജായത്തെ, നാരായണാത് ത്വഷ്ടവസവോ ജായന്തെ, നാരായണാത് ഏകാദശ രുദ്രാജായന്തെ, നാരായണ ദ്വാദശ ആദിത്യ. നാരായണിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്താരമാണ്. നോക്കിക്കോളൂ. നമുക്കിപ്പോൾ എന്ത് വസ്തു ഉണ്ടെങ്കിലും ആ വസ്തുവായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിൽ പിന്നീട് ആ വസ്തു നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ശരിയാണല്ലോ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിവിടെ സ്മാർട്ട് ഫോൺ ഇതൊക്കെ ഉപയോഗിക്കുന്നു. നമ്മുടെ എവിടെയെങ്കിലും ഒരു ലാൻഡ് ലൈൻ കിടക്കുന്നതിരിക്കട്ടെ, ലാൻഡ് ലൈൻ നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ലാൻഡ് ലൈൻ ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ലാൻഡ് ലൈനുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ല എന്ന് തന്നെ പറയാം. കാര്യം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ശീലിച്ചു. എൻ്റെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺ ഉണ്ട്.
നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ സന്തത സഹചാരി എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അങ്ങനെ വെറും മൊബൈൽ ഫോണല്ല, സ്മാർട്ട് ഫോണാണ്. അപ്പൊ നമ്മളിതാ ഈ കറക്കുന്ന ഫോൺ, പണ്ടത്തെ കറക്കുന്ന ഫോൺ അറിയാമല്ലോ, 1 2 നമ്പർ അടിച്ചിട്ട് ഇങ്ങനെ ഡയൽ ചെയ്യുന്ന ഫോണ്, കുത്തുന്ന ഫോണല്ല, ഇങ്ങനെ ഡയൽ ചെയ്യുന്നത് കറക്കുന്ന ഫോൺ. ആ ഒരു കറക്കുന്ന ഫോൺ വീട്ടിന്റെ മൂലയിൽ ഇരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. കാര്യം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ അതിൽ യാതൊരു പ്രസക്തിയില്ല നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ആ ഫോൺ നമുക്ക് ചിന്തിക്കാം, ഒരു 30-40 കൊല്ലം മുമ്പാണെങ്കിൽ, ഒരു 40 കൊല്ലം മുമ്പാണെങ്കിൽ ആ ഫോണായിരുന്നു എല്ലാവരുടെയും സെന്റർ ഓഫ് അട്രാക്ഷൻ. എന്ത് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിലും ആളുകൾ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഫോണിന് നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് 30-40 കൊല്ലം മുമ്പ് വളരെയധികം പ്രസക്തി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഡയൽ ചെയ്യുന്ന ഫോണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാം ആ ഫോൺ ഉപയോഗിച്ചു. ആ ഫോൺ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. നമുക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ല. അപ്പം അതുമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള കണക്ഷൻ ഇല്ല. വേറൊരു ഉദാഹരണം പറയാം. ചിലരുടെ വീട്ടിൽ, ചിലർ ഇവിടെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കും. ചിലരുടെ വീട്ടിൽ പ്രഷർ കുക്കറും മറ്റ് പാത്രങ്ങളും അതും ഇതുമൊക്കെ വീട്ടിലുണ്ട്. പക്ഷെ അത് അവർ ഒരിക്കലും ഉപയോഗിക്കില്ല. എന്താണ്? എപ്പോഴും പുറത്തു പോയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് ആഹാരം കഴിച്ച് ജീവിക്കുന്നവർ വീട്ടില് പാത്രങ്ങളുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ടാണ്? യാതൊരു ബന്ധവുമില്ല, യാതൊരു ഉപയോഗമില്ല. ചിലപ്പോൾ ബ്രഹ്മചാരി ആശ്രമത്തിൽ ഇതുണ്ടാവും. കാര്യം നമ്മൾ ആഹാരം കഴിക്കുന്ന അമ്പലത്തിൽ നിന്നാണ്, അമ്പലത്തിന്റെ അടുക്കളയിൽ നിന്നാണ്. അപ്പൊ ബ്രഹ്മചാരി ആശ്രമത്തിൽ ഒരു ചെറിയൊരു അടുക്കളയുണ്ട്, ചെറിയ പാത്രങ്ങളുണ്ട്. പലപ്പോഴും ആ പാത്രങ്ങൾക്ക് പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ്? നമ്മളത് തൊടുപോലുമില്ല. എന്തുകൊണ്ട്? നമ്മൾ ആഹാരം പാചകം ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് ആഹാരം പാചകം ചെയ്യുന്നത് നമ്മുടെ അമ്പലത്തിന്റെ കിച്ചണിലാണ്. അതുകൊണ്ട് നമ്മുടെ ബ്രഹ്മചാരി അടുക്കളയ്ക്ക് വലിയ പ്രസക്തിയില്ല. അപ്പോൾ നമുക്ക് ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നീട് നമ്മളത് ഒരിക്കലും ഉപയോഗിക്കാൻ തോന്നില്ല. നമുക്ക് അതുപോലെ തന്നെ വ്യക്തികൾ, നമുക്ക് ആരുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത് അവരോട് നമുക്ക് സംസാരിക്കാൻ തോന്നും. അറിയാത്തവരോട് നമ്മൾ സംസാരിക്കുമോ? ഇല്ല. ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അത് മാത്രമല്ല, ബന്ധമുണ്ടെങ്കിൽ മാത്രമേ വസ്തു നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഈ ഭൗതിക ലോകവും നമ്മളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സംബന്ധജ്ഞാനം. ഇതാണ് ആദ്യം ഇത്രയും ഇവിടെ വർണ്ണിച്ചത്. അതാണ് ബ്രഹ്മാവും ശിവനും സൃഷ്ടിയും നമ്മളും എല്ലാം ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം. അതാണ് ഭക്തി. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇതിന്റെ സാരം. അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തത. എന്നിൽ നിന്നാണ് ഭൗതിക ആധ്യാത്മിക പ്രപഞ്ചങ്ങളിൽ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ബ്രഹ്മണ്യോ ദേവകി പുത്ര എന്ന അതേ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ദേവകീപുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ. ഇവിടെ ഈ ഭാവാർത്ഥം എന്ന് പറയുന്നത് പ്രഭുവാർ പറയുന്നത് മുഴുവൻ ഈ ഭഗവാൻ ഇവിടെ അഹം സർവസ്യ പ്രഭ എന്ന് പറയുന്നുണ്ട്. അത് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാവാർത്ഥത്തിൽ. അതായത് ശാസ്ത്രീയമായിട്ടുള്ള പ്രമാണങ്ങൾ നൽകിയിട്ട് പ്രഭുവാർ പറയുകയാണ് എങ്ങനെയാണ് കൃഷ്ണൻ എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് നമുക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയും, അത് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല പ്രമാണങ്ങളും ഇവിടെ കാണുന്നത്. ദേവകീപുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ. നാരായണ ഉപനിഷത്ത് മഹോപനിഷത്ത് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്. ഏകോ വൈ നാരായണാസീന ബ്രഹ്മാന ഈശാനോ നാപോ നാഗ്നീസ മൗനേ മേ ദ്യാ പൃഥിവി ന നക്ഷത്രാണി ന സൂര്യ എന്നാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരപുരുഷനായ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവില്ല, ശിവനില്ല, അഗ്നിയോ ചന്ദ്രനോ ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ സൂര്യനോ അന്നില്ല. ഭഗവാന്റെ നെറ്റിയിൽ നിന്ന് ശിവന്റെ ഉൽപ്പത്തി. അന്ന് അതിൽ തന്നെ പറയുന്നു ബ്രഹ്മശിവാദികളുടെ സൃഷ്ടാവായ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് വേദ സിദ്ധാന്തം. മോക്ഷധർമ്മത്തിൽ കൃഷ്ണൻ പറയുന്നു പ്രജാപതിം ചരുദ്രം ചാച്യഹമേവ സൃജാമി വൈ തൗഹിമാം ന വിജാനീതോ മമ മായ വിമോഹിതോ. പ്രജാപതിയെയും രുദ്രനെയും മറ്റെല്ലാവരെയും ഞാനാണ് സൃഷ്ടിച്ചത്. എൻ്റെ മായാശക്തിയിൽ മോഹിതരായാൽ ഞാനാണ് അവരുടെ സൃഷ്ടാവെന്ന് അവർക്കറിയില്ല. വരാഹപുരാണത്തിൽ പ്രകാരം പറയുന്നുണ്ട് നാരായണ പരോ ദേവ തസ്മാജാത ചതുർമുഖ തസ്മാത് രുദ്രോ
അഭവത് ദേവ സച സർവജതാം ഗതഃ. നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും ജനിച്ചു. കൃഷ്ണ ഭഗവാനാണ് എല്ലാ തലമുറകളുടെയും ഉത്ഭവസ്ഥാനം. അദ്ദേഹം എല്ലാറ്റിനും കാരണഭൂതൻ എന്നറിയപ്പെടുന്നു. കൃഷ്ണൻ പറയുന്നു, എല്ലാം മുന്നിൽ നിന്ന് ജനിക്കുകയാൽ എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനമാണ്. എല്ലാം എനിക്ക് അധീനമാണ്. എനിക്കുപരിയായി ആരുമില്ല. കൃഷ്ണനൊഴിച്ച് മറ്റൊരു പരമ നിയന്താവില്ല. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ കൃഷ്ണനെ അപ്രകാരം മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾ തൻ്റെ സർവശക്തിയും കൃഷ്ണാവബോധത്തിൽ വിനിയോഗിച്ച ഒരു യഥാർത്ഥ പണ്ഡിതനായിത്തീരുന്നു. ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃഷ്ണനെ ശരിയായി അറിയാത്തവർ കേവലം മൂഢന്മാരാണ്. ഒരു വിഡ്ഢി മാത്രമേ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതൂ. ഭഗവത്ഗീതയുടെ ആധികാരികങ്ങളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും എല്ലാം കൃഷ്ണാവബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളാൽ ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാവബോധത്തിൽ മുഴുകണം. ഇത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം. പിന്നീട് ഭഗവത്ഗീതയുടെ വ്യാജമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഭക്തൻ ഉപേക്ഷിക്കണം, അത് തള്ളിക്കളയണം. ഭക്തിയുടെ പരമ്പരയിലല്ലാതെ വരുന്ന മറ്റു വ്യാഖ്യാനങ്ങൾ ഭക്തൻ ഒരിക്കലും സ്വീകരിക്കരുത്. അത് വലിയ സ്വാമിമാരിൽ നിന്നാകാം, വലിയ ഗുരുക്കന്മാരിൽ നിന്നാകാം, മായാവാദികളിൽ നിന്നാകാം, പക്ഷെ അത് നാം ഒരിക്കലും സ്വീകരിക്കരുത്. 8ാമത് ശ്ലോകത്തിൽ നാം ചർച്ച ചെയ്തു, ഭഗവാനാണ് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ പ്രഭവസ്ഥാനം. ആയിരിക്കെ ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർ ഭഗവാനെ ഭജിക്കുന്നു. എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത്? ആ ഭജന എങ്ങനെയാണ്? അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് അഭിധേയതത്വം 9ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അഭിധേയതത്വം എന്താണ്? ഭക്തിയാണ് അഭിധേയം. കൃഷ്ണസംബന്ധ ഭക്തി അഭിധേയ. കൃഷ്ണസംബന്ധം, കൃഷ്ണനുമായിട്ടുള്ള ബന്ധം, ഇതാണ് സംബന്ധജ്ഞാനം. ഇതാണ് നാം ഭഗവാന്റെ ദാസാനുദാസന്മാരാണ്. ഇതാണ് സംബന്ധജ്ഞാനം. അഭിധേയം എന്താണ്? ഭക്തി അഭിധേയം. ആ ഭക്തിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്താണ്? മച്ചിത്താമദ്ഗത പ്രാണ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. നോക്കൂ, ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം. മച്ചിത്താ മത്കഥ പ്രാണ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഭക്തരോടൊപ്പം എന്താണ് ചെയ്യുന്നത്? സേവനത്തിൽ ഏർപ്പെടുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിച്ചിരിക്കും. അപ്പൊ ഭക്തിയുത സേവനം. പിന്നീടോ അവർ പരസ്പരം ഭഗവാനെ പറ്റി ചർച്ചകൾ നടത്തി അവർ സംതൃപ്തരാകുന്നു, അവർ ആനന്ദം അനുഭവിക്കുന്നു. ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം. ഇവിടെ വിവരിച്ചിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ശുദ്ധഭക്തന്മാർ ഇന്ദ്രിയാതീതമായ പ്രേമത്തോടു കൂടിയ ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കും. അവരുടെ മനസ്സുകളെ കൃഷ്ണന്റെ ചരണകമലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ സംഭാഷണം ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ശുദ്ധഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണഭക്തന്മാർ ദിവസേന 24 മണിക്കൂറും ഭഗവാന്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കീർത്തിച്ചു കൊണ്ടിരിക്കും. അവരുടെ ജീവനും മനസ്സും സദാ കൃഷ്ണനിൽ മുഴുകിക്കിടക്കുകയാണ്. മറ്റു ഭക്തന്മാരുമായി ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഭക്തിയുത സേവനത്തിന്റെ പ്രഥമഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കുന്നു. പരിപക്വാവസ്ഥയിൽ അവർ ഭഗവത് പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നു. നോക്കൂ, ഭക്തിയിൽ നമ്മൾ തുടക്കക്കാരായിരിക്കാം. പക്ഷെ ആ തുടക്കത്തിൽ തന്നെ
ഭക്തിയിൽ നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ കഴിയും. ആ ആനന്ദം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സേവനത്തിൽ, നമ്മുടെ സാധനയിൽ എന്താണ് പോരായ്മ എന്ന് നാം നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതികമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ, ഭക്തി ഇല്ലാതെ ഭൗതികമായിട്ടുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ നാം ക്ലേശങ്ങളുടെ മധ്യത്തിലാണ്. അത് വെടിഞ്ഞ് നാം ഭക്തിയുത സേവനം തുടങ്ങി നാം നാമം ജപിച്ച് മറ്റ് ഭജന പ്രക്രിയകളിൽ ഏർപ്പെടുമ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആനന്ദം അനുഭവിക്കും. നമ്മുടെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. സാധാരണ ഭക്തിയുത സേവനത്തിൽ വരുന്ന ഒരു വ്യക്തി കേവലം 4, 5, 6 മാസത്തിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഭക്തിയുത സേവനത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആ ആനന്ദം ചെറിയ തോതിലാകാം എങ്കിലും അത് ഒരു തുടക്കക്കാരനായിട്ടുള്ള ഭക്തന് പോലും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഒരു ഭക്തൻ സന്തുഷ്ടനല്ലെങ്കിൽ നമ്മുടെ സേവനത്തിൽ, ഭജനത്തിൽ എന്തോ പോരായ്മകളുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ പറയുന്നത് പ്രേമഭക്തനെ പറ്റിയാണ്. ആ പ്രേമഭക്തൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള പ്രേമത്തിൽ, പരിപൂർണമായിട്ടുള്ള ആനന്ദത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങി കിടക്കുന്നു. ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ പ്രത്യേകത. അതാണ് പരിപക്വാവസ്ഥ. നമ്മൾ പക്വമല്ല, പരിപക്വമല്ല. പരിപക്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പക്വമാണ്. അവിടെ എത്തിയിട്ടില്ല, പക്വതയിലും നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ എന്താണ്, പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ്. അതിൽ പോലും നമുക്ക് ആനന്ദിക്കുവാൻ സാധിക്കുന്നു. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരു ബീജാവത്തോടെ ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നു. ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നിന്ന് കുറച്ചു പേർക്ക് ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെക്കുറിച്ച് അറിയുവാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൊണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഒരു വിത്ത് പതിവായി നനച്ച് കൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുത സേവനത്തിൻ്റെ ആധ്യാത്മികമായ ചെടിയെ ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിൻ്റെ തോട് പുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസോളം എത്തും. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവൻ എന്ന പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്ന് പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഭക്തിയുത സേവനമാകുന്ന ഈ ലത ഭഗവത് ചരണങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഭക്തൻ ഭഗവത് പ്രേമത്തിൽ ലയിക്കുമെന്നും പിന്നീട് അയാൾക്ക് മത്സ്യത്തിന് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭഗവത് സന്നിധിയിൽ നിന്നകന്ന് ജീവിക്കാനാവില്ലെന്നുമാണ് അതിൽ പറയുന്നത്. ഈ നിലയിൽ ഭക്തന് പരമപ്രഭുവുമായുള്ള സമ്പർക്കത്തിൽ ആധ്യാത്മിക ഗുണവിശേഷങ്ങളെല്ലാം കൈവരുന്നു. നോക്കൂ, ഇതാണ്. അപ്പോൾ ഭക്തിലതാ ബീജത്തിന്റെ വപനമാണ് ആദ്യം നടക്കുന്നത്. ആ ഭക്തിലതാ ബീജത്തിന്റെ വപനം എങ്ങനെയാണ്? ആദ്യം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിശ്വാസം. അങ്ങനെ ഭക്തന്മാരുടെ സംഘം ലഭിക്കുന്നു. അതോടെ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ലഭിക്കുന്നു. അതാണ് ആദ്യം ശ്രദ്ധ, പിന്നീട് എന്താണ്? സാധുസംഘം. അപ്പോൾ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധുസംഘം ലഭിക്കുകയുള്ളൂ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തരുടെ സംഘം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഭക്തരുടെ സംഘം ലഭിക്കില്ല, ഭക്തരുമായിട്ട് സഹവസിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭക്തിയുടെ തുടക്കം എന്ന് പറയുന്നത് ശ്രദ്ധ, പിന്നീട് സാധുസംഘം.
മൂന്നാമത്തെ പടിയാണ് ഭജനക്രിയ. ഭജനക്രിയയുടെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം ലഭിക്കുന്നു. ഭക്തർ പറയും നാമം ജപിച്ചു തുടങ്ങിക്കോളൂ, 1 മാല ജപിച്ചോളൂ, 2 മാല ജപിച്ചോളൂ എന്നിങ്ങനെ ഭക്തരുടെ പ്രചോദിപ്പിക്കും. അങ്ങനെ നാം നാമം ജപിച്ചു കൊടുക്കും. ഇതാണ് മൂന്നാമത്തെ പടി. അതെ, അനർത്ഥ നിവൃത്തി. അനർത്ഥങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാകുന്നു. ഇതിനു മുമ്പ് തന്നെ ഭജനക്രിയയുടെ ഭാഗമാണ് ദീക്ഷ സ്വീകരിക്കൽ. ഒരു പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ഗുരുവിൻ്റെ ദീക്ഷ സ്വീകരിക്കുന്നത് ഭജനക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ അൺഒഫീഷ്യൽ ഭജനക്രിയയാണ് ദീക്ഷയ്ക്ക് മുമ്പിൽ, ഒഫീഷ്യൽ ഭജനക്രിയയാണ് ദീക്ഷയ്ക്ക് ശേഷം. അങ്ങനെ അനർത്ഥ നിവൃത്തിയിലെത്തുന്നു. അനർത്ഥ നിവൃത്തി കഴിഞ്ഞാൽ അടുത്ത പടിയാണ് നിഷ്ഠ. നിഷ്ഠ കഴിഞ്ഞാൽ, നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഭജനക്രിയയിൽ അല്ലെങ്കിൽ നാമം ജപത്തിനോ ഭക്തിയുത സേവനത്തിനോ ഇതിനൊന്നും പിന്നീടൊരു മാറ്റമില്ല. അപ്പം നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള നിഷ്ഠ മാത്രമല്ല, നിഷ്ഠ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള നിഷ്ഠയുമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ആദ്യം കുറച്ച് വിശ്വാസം, അതാണ് ശ്രദ്ധ. അതോടെ നമുക്ക് ഭക്തസംഘം ലഭിക്കും. ഭക്തസംഘത്തിൽ നാം നാമം ജപിക്കാൻ പഠിക്കും. അതാണ് അൺഒഫീഷ്യൽ ഭജനക്രിയ. ദീക്ഷ സ്വീകരിക്കുമ്പോൾ അത് ഒഫീഷ്യലായിട്ടുള്ള ഭജനക്രിയയാവും. ആ ഭജനക്രിയയിൽ നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് നിഷ്ഠ ലഭിക്കും. നിഷ്ഠാഭക്തി. എന്താണ് നിഷ്ഠാഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള നിഷ്ഠ. എല്ലാ ദിവസവും നമ്മൾ ബാഹ്യമായിട്ട് 16 മാല ജപിച്ചു എന്നിരിക്കും. എല്ലാ ദിവസവും നൈവേദ്യം അർപ്പിച്ച് പ്രസാദം മാത്രമേ ഭക്ഷിച്ചു എന്നിരിക്കും. ഇതെല്ലാം ബാഹ്യമായിട്ടുള്ള നിഷ്ഠയാണ്. ആന്തരികമായിട്ടുള്ള നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 16 മാല ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ മഹാമന്ത്രത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എല്ലാം കേൾക്കാൻ പറ്റും. ഇത് ആന്തരികമായിട്ടുള്ള നിഷ്ഠയുടെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ കാമക്രോധ ലോഭാദികൾ നമ്മുടെ മനസ്സിനെ കാര്യമായി അലട്ടുന്നില്ല. ഇത് നിഷ്ഠയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് നിഷ്ഠഭക്തി. അപ്പം നിഷ്ഠഭക്തിയിൽ അനർത്ഥ നിവൃത്തിക്ക് ശേഷമാണ് നിഷ്ഠ. ഭജനക്രിയ കഴിഞ്ഞാൽ പിന്നെ അനർത്ഥ നിവൃത്തി. അനർത്ഥങ്ങൾ ഇല്ലാതാകുന്നു. ആ അനർത്ഥങ്ങൾ പല വിധത്തിലാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ അനർത്ഥങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് നിഷ്ഠയിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. ആ നിഷ്ഠഭക്തി ഒന്നുകൂടി പക്വത ആർജിക്കുമ്പോൾ എന്തായിട്ട് മാറും? രുചിയായിട്ട് മാറും. രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുവാനും ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുവാനും നമുക്ക് രുചിയുണ്ട്. ഇത്രയും കാലം എന്തുകൊണ്ടാണ് നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരുന്നത്? അതാണ് നിയമം. നാമം ജപിച്ചേ മതിയാവുകയുള്ളൂ, അതാണ് നിയമം. അതുകൊണ്ട് നമ്മൾ ചെയ്തു. എന്നാൽ രുചി മനസ്സിൽ ഉദിക്കുമ്പോൾ രുചിയൊന്നുകൊണ്ട് മാത്രമാണ് നാം നാമം ജപിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പായസം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പായസം കുടിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന് പോഷണം ലഭിക്കണമെങ്കിൽ നമുക്ക് പായസം കുടിക്കണം എന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ പായസം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? രുചിയുള്ളത് കൊണ്ട്. അതുകൊണ്ട് ചിലർക്ക് പായസം ഇഷ്ടം, അല്ലെങ്കിൽ അവർ കുടിച്ചില്ല എന്നിരിക്കും. എന്താണ്? രുചി ഇല്ലാത്തത് കൊണ്ട്. പിന്നെ രുചിയുള്ളത് കൊണ്ടാണ് നമ്മൾ പായസം കുടിക്കുന്നത്. ഇതുപോലെ നാമം ജപിക്കുന്നത് എന്തുകൊണ്ടാണ്? രുചിയുള്ളത് കൊണ്ടാണ്. ഇതാണ് രുചി. ആ രുചി ഒന്നുകൂടി മുറുകുമ്പോൾ ആസക്തിയായിട്ട് മാറും. ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കാതെ, ഭഗവാനെ കാണാതെ, ഭഗവാനെ സേവിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ആസക്തി. ഇതാണ് ആസക്തി. ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, രുചി, ആസക്തി. ആസക്തി കഴിഞ്ഞാൽ അടുത്ത തലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തലം തന്നെയാണ്. അപ്പം ഈ 1 മുതൽ 6 വരെ ഒരു കാറ്റഗറി ആയിട്ടിരിക്കും ഭക്തിയിൽ. ശ്രദ്ധ മുതൽ ആസക്തി വരെ ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ അടുത്ത തലമാണ് 7ാമത്തത്. എന്താണ്? ഭാവഭക്തി. ഭാവഭക്തി അത് അടുത്ത തലമാണ്. ഭാവഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഭാവഭക്തിയിൽ ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്തെന്നതിനെ പറ്റിയുള്ള സൂചന ലഭിക്കും. ശരീരവും മനസ്സുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെടും. അപ്പോൾ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, നമ്മൾ ഈ ശരീരത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത് ഭാവഭക്തനാണെങ്കിലും, പക്ഷേ മിഥ്യാഹങ്കാരം മൂലം നാം ശരീരമാണെന്നോ മനസ്സാണെന്നോ ഉള്ള തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് മാറും.
മറിച്ച് ഞാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ബോധം പൂർണ്ണമായും ഉദിക്കും. മാത്രമല്ല ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്തെന്നും സാക്ഷാത്കരിക്കും. അപ്പോൾ ഭഗവാനെ ഏത് വിധത്തിലാണ് ഭഗവാന്റെ ലോകത്തിൽ സേവിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ള സൂചനകൾ ലഭിക്കും. അപ്പോൾ ഇത് ആണ് ഭാവഭക്തി. ഇത് വലിയ ഉയർന്ന തലമാണ്. കാര്യം ആസക്തി വരെ നാം ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ഭാവഭക്തി മുതൽ ആത്മാവ് നേരിട്ട് ഭഗവാനെ സേവിക്കുന്നു. ഇതാണ് 1 മുതൽ 6 വരെയുള്ളതും അത് കഴിഞ്ഞാൽ ഉള്ള ഈ ഭാവഭക്തിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭാവഭക്തി വളരെ മറ്റൊരു തലം തന്നെയാണ്. ഭാവമാണ് ഒന്ന് സുദുർലഭ, അത് ലഭിക്കാൻ വളരെ പ്രയാസമാണ്, സുദുർലഭ. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മോക്ഷ ലഘുത കൃത്, മോക്ഷ ലഘുത കൃത്, മോക്ഷത്തെ ലഘുതമമാക്കി മാറ്റുന്നു. മോക്ഷം എന്ന് പറയുന്നത് യോഗികളും ജ്ഞാനികളും ആഗ്രഹിക്കുന്ന മോക്ഷം, ബ്രഹ്മജ്യോതിസിൽ ലയിക്കുന്ന ആ മോക്ഷം ഒന്നുമല്ലാതാക്കി മാറ്റുന്നു, അതിൻ്റെ പ്രസക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് ഭാവഭക്തിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഇതിന് ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. ഭൗതിക സുഖങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെന്നിരിക്കട്ടെ, ഈ ലോകത്തിലുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര ഭൗതിക സുഖങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാം കൂടി ഒരുമിച്ച് കണ്ടൻസ്ഡ് ആയിട്ട് നമുക്ക് തരികയാണെന്നിരിക്കട്ടെ. അതും ബ്രഹ്മ ആനന്ദവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കുക. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവാണെന്നുള്ള ബോധം പൂർണ്ണമായിട്ട് ഉദിക്കുന്നതാണ് ബ്രഹ്മാനന്ദം. അതിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ആത്മാവാണ്, നമുക്ക് ഈ ഭൗതിക ക്ലേശങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ ഭൗതിക വസ്തുക്കളുമായിട്ടോ ശരീരമായിട്ടോ മനസ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് സാക്ഷാത്കരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതിൽ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭൗതിക സുഖങ്ങളെല്ലാം ചേർക്കുകയാണെന്നിരിക്കട്ടെ, അത് ഒരു തുള്ളിക്ക് തുല്യമാണ്, ഒരു തുള്ളി ജലത്തിന് തുല്യമാണ്. എന്നാൽ ഒരു സമുദ്രത്തിന് തുല്യമാണ് ബ്രഹ്മാനന്ദം. അപ്പോൾ ബ്രഹ്മാനന്ദവും നമ്മുടെ ഭൗതിക സുഖങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഭൗതിക സുഖങ്ങൾ ഒരു വെള്ളത്തുള്ളിക്ക് തുല്യം, ബ്രഹ്മാനന്ദം എന്നത് ഒരു കടലിന് തുല്യം. എന്നാൽ ഈ ബ്രഹ്മാനന്ദത്തെ മുഴുവൻ എടുക്കുക, ആ ബ്രഹ്മാനന്ദത്തെ മുഴുവൻ എടുത്തിട്ട് അത് ഒരു തുള്ളി വെള്ളത്തിന് തുല്യമാണ് ഭാവഭക്തിയാകുന്ന സമുദ്രവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ്? ഭാവഭക്തിയിൽ നമ്മൾ ആത്മാവാണെന്നുള്ള സാക്ഷാത്കാരമല്ല ഉള്ളത്, അതിനും അത് കൂടാതെ, അതുണ്ട് തീർച്ചയായിട്ടും, അത് കൂടാതെ നാം ഭഗവാന്റെ ദാസനാണ്, ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഭഗവാനെ ചെറുതായിട്ടൊന്ന് കാണാനും പറ്റും ഭാവഭക്തി. ഇതാണ് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ നാരദൻ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ്? നാരദൻ പ്രാഥമിക ഘട്ടത്തിലുള്ള ഭക്തിയിലൂടെ കടന്നു പോവുകയായിരുന്നു. എങ്ങനെയാണ്? ആദ്യം ശ്രദ്ധയുണ്ടായി, പിന്നീട് ആരുടെ സാധുസംഘമാണ് ലഭിച്ചത്? അമ്മയ്ക്ക് ആരാണ് അച്ഛൻ എന്ന് പോലും അറിയില്ല. ശൂദ്രപുത്രനായിട്ടാണ് നാരദൻ ജനിച്ചത്. പക്ഷെ ഭഗവാനിൽ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ആ വിശ്വാസം കൊണ്ട് ഭക്തസംഘം ലഭിച്ചു. അങ്ങനെയാണ് ഭക്തിവേദാന്തന്മാർ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ചതുർമാസ്യ കാലത്ത് 4 മാസം അവിടെ താമസിച്ചു. അമ്മ ശുശ്രൂഷിക്കുന്നതോടുകൂടി നാരദനും ഈ ഭക്തിവേദാന്തന്മാരെ ശുശ്രൂഷിച്ചു. അങ്ങനെ അവരുടെ സംഘം ലഭിച്ചു. ഇതാണ് സാധുസംഘം ലഭിച്ചു. അങ്ങനെ സാധുസംഘത്തിലൂടെ നാരദന് ഭഗവാനെ പറ്റിയും ഭഗവാന്റെ നാമങ്ങളെ പറ്റിയും ഉള്ള അറിവ് ലഭിച്ചു. അങ്ങനെ നാരദൻ ഭക്തി അവിടെ തുടങ്ങി. അങ്ങനെയാണ് പടിപടിയായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. നാരദൻ ഹൃദയത്തിലുള്ള അനർത്ഥങ്ങളെല്ലാം ഇല്ലാതായി. അങ്ങനെ നാരദന് നിഷ്ഠാഭക്തി ലഭിച്ചു. അതിനുശേഷം രുചിയും ആസക്തിയും ലഭിച്ചു. അപ്പോഴേക്കും അമ്മ മരിച്ചുപോയി, പാമ്പ് കടിച്ച് അമ്മ മരിച്ചു. അങ്ങനെ നാരദൻ ഒറ്റയ്ക്ക് വടക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ അവിടെ വടക്കോട്ട് പോയി, അങ്ങനെ ഹിമാലയം, അങ്ങനെ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ വെച്ചാണ് നാരദൻ ഭഗവാനെ ചിന്തിച്ച് അങ്ങനെ തപസ്സനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഭഗവാൻ ദിവ്യ ദർശനം നൽകി നാരദമുനിക്ക്. ഭഗവാൻ ഒരു പ്രാവശ്യം മാത്രമേ ഭഗവാനെ കാണാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എത്ര ശ്രമിച്ചാലും നിനക്ക് എന്നെ കാണുവാൻ സാധിക്കില്ല ഈ ജന്മത്തിൽ. നാരദൻ പല വിധത്തിലും ചിന്തിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഭഗവാന്റെ ആ ഒരു ദർശനം ഒന്നുകൂടി ലഭിക്കണമെന്ന്. വീണ്ടും മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ പറ്റി ചിന്തിച്ചു നോക്കി. പക്ഷെ ഭഗവാൻ ദർശനം നൽകിയില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തത് നിനക്ക് എന്നിലുള്ള ആ രതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ ഭക്തി കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് പറയേണ്ടത്, ഒരു ടേസ്റ്റ്, സ്വാദ് നോക്കാനായിട്ട് കുറച്ച് നൽകിയിരിക്കട്ടെ, പായസം കുറച്ച് സ്വാദ് നോക്കാനായിട്ട് തന്നിരിക്കട്ടെ. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഓ ഇത് എത്ര നല്ല സ്വാദാണ്, എനിക്ക് കൂടുതൽ വേണം. ഇത്തരത്തിൽ ഭഗവാനിലുള്ള ആ ആഗ്രഹം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ദർശനം നൽകിയത്. ഇത് ഭാവഭക്തിയുടെ ആ ഒരു തലമാണ്. ഇതാണ് ഭാവഭക്തി. അതിൽ നിന്ന് ഭാവഭക്തിയുടെ അടുത്ത തലമാണ് പ്രേമഭക്തി. അപ്പോൾ അത് ഭാവഭക്തിയും പ്രേമഭക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉദാഹരണം എന്താണ് നൽകുന്നത്? ഭാവഭക്തിയെ പറയുന്നത് പ്രേമാംശു എന്ന് പറയും, അല്ലെങ്കിൽ പ്രേമാങ്കുരം എന്ന് പറയും. ഭാവഭക്തിയെ സൂര്യന്റെ കിരണങ്ങളുടെ ഒരു കിരണം മാത്രം എടുക്കുക, ഒരു രശ്മി മാത്രം എടുക്കുക. ഇതാണ് ഭാവഭക്തി. ആ മുഴുവൻ സൂര്യനും ഇതാണ് പ്രേമഭക്തി. അപ്പോൾ ഭാവഭക്തിയും പ്രേമഭക്തിയും തമ്മിലും താരതമ്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്. പിന്നെ ബ്രഹ്മാനന്ദവും പ്രേമഭക്തിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള സുഖവും ഭാവഭക്തിയുമായിട്ടും താരതമ്യം ചെയ്യുവാൻ സാധിക്കില്ല. ഇതാണ് പല തലത്തിലുള്ള ഭക്തി, പലതരത്തിലുള്ള ഭക്തി, ശ്രദ്ധ മുതൽ പ്രേമഭക്തി വരെ. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ വിത്ത് പാവുന്നത് പോലെ, ബീജാവാപനം പോലെ ആ ഭക്തിയുടെ ശ്രദ്ധ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകുന്നു. അതിനുശേഷം ആ വിത്ത് മുളച്ചു വരുന്നു. എങ്ങനെയാണ് ഇത് മുളച്ചു വരുന്നത്? അതിന് നാം വെള്ളം ഒഴിച്ചു കൊടുക്കണം, നനയ്ക്കണം. എന്താണ് ആ വെള്ളം? അതാണ് ഇവിടെ പറയുന്നത്. മാലി സേച്ചേ നിത്യ ശ്രവണാദിജൽ. ഇത് ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ, ഒരു തോട്ടക്കാരൻ വെള്ളം ഒഴിക്കണം. എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടത്? ശ്രവണാദിജൽ. ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം തുടങ്ങി ഇതാണ് ശ്രവണാദിജലം. ഈ ജലമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇത് എല്ലാ കാലത്തും ഈ ശ്രവണാദിജലം നാം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ശ്രവണം, കീർത്തനം എപ്പോഴും ചെയ്യണം. അതിലൂടെ ഈ ഭക്തിലതാ ബീജം വളർന്ന് ഭക്തിലതയായിട്ട് മാറുന്നു. അങ്ങനെ ആ ലത മുകളിലേക്ക് ഉയർന്നു വരുന്നു. അതിന് ഇതിൽ കൂടുതൽ പല ഉദാഹരണങ്ങൾ നൽകാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ തന്നെ ആദ്യം മുളയ്ക്കുന്ന 2 ഇലകളാണ്, ഈ ഭക്തിലതയുടെ ആദ്യം മുളയ്ക്കുന്ന 2 ഇലകളാണ് നിഷ്ഠയുടെ 2 ഗുണങ്ങൾ. എന്തൊക്കെയാണ് നിഷ്ഠഭക്തിയിലുള്ള 2 ഗുണങ്ങളാണ്? ശുഭത, ക്ലേശാഗ്നി. ഇതാണ് നിഷ്ഠാഭക്തിയുടെ 2 ഗുണങ്ങൾ. എന്തൊക്കെയാണ്? ശുഭത, ക്ലേശാഗ്നി. ക്ലേശാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ പോയതുകൊണ്ട് ഹൃദയത്തിലെ ക്ലേശങ്ങൾ ഇല്ലാതായിത്തീരുന്നു. ബാഹ്യമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, അത് നമുക്ക് ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഹൃദയത്തിലുള്ള ക്ലേശങ്ങൾ ഇല്ലാതാക്കുന്നു. അതായത് ഭഗവാനെ സ്മരിക്കുവാനും ഭഗവാനെ സേവിക്കുവാനും നാമം ചെയ്യുവാനും അനുവദിക്കാത്ത ക്ലേശങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാകുന്നു. ഇതാണ് ഒരു ഇല. ഈ ഭക്തിലതയുടെ ഒരു ഇലയാണിത്. എന്താണ്? ക്ലേശാഗ്നി. മറ്റേതോ ശുഭത. ഹൃദയത്തിൽ നല്ല ഗുണഗണങ്ങൾ ഉണ്ടാകുന്നു. ഭക്തൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവനാകാം, പക്ഷെ നിഷ്ഠഭക്തിയിലെത്തുമ്പോൾ നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് ശുഭത. ശുഭമായിട്ടുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ശുഭത എന്ന് പറയുന്നു. ഇങ്ങനെ ഈ ഭക്തിലത എങ്ങോട്ടാണ്? ഭക്തിലത ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ആത്യന്തികമായിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആവരണം പോലും മുറിച്ചു മാറ്റിക്കൊണ്ട് ഈ ഭക്തിലത
ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തുന്നു. അതിലൂടെ അതിനു മുൻപിലായിട്ട് ബ്രഹ്മജ്യോതിസിലൂടെയും കടന്നു പോകുന്നു. അങ്ങനെ ഭഗവാന്റെ ലോകത്തിലെത്തുന്നു. അവസാനം ഈ ഭക്തിലത ഭഗവാന്റെ പാതാരബന്ധങ്ങളിലെത്തുന്നു. സാധാരണ ലത അല്ലെങ്കിൽ വള്ളി എപ്പോഴും ഒരു വൃക്ഷത്തിൽ ആണ് ചുറ്റിയാണ് മുകളിലേക്ക് പോകുന്നത്. എപ്പോഴും വള്ളിക്ക് താങ്ങ് വേണം. അതുപോലെ ഈ ഭക്തിലതയുടെ താങ്ങ് എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരബിന്ദങ്ങളാണ്. അങ്ങനെ ഒരു ഭക്തൻ ഈ ഭൂമുഖത്ത് ഇരിക്കുമ്പോൾ തന്നെ ഭഗവാനും ആയിട്ട് പൂർണ്ണമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുവാനും പ്രേമഭക്തിയിൽ ഇവിടെ തന്നെ ജീവിക്കുവാനും സാധിക്കുന്നു. ഇതാണ് പല ആചാര്യന്മാരുടെയും ജീവിതം ഉദാഹരണമായി കാണിക്കുന്നത്. ശില പ്രഭുപാദർ ഈ ഭൂമുഖത്താണ് ജീവിച്ചത്. എന്നാൽ പരിശുദ്ധ ഭക്തനായതുകൊണ്ട് എപ്പോഴും ഭഗവാനുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് ജീവിക്കുന്നത്. ഭഗവാന്റെ സന്നിധിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ശുദ്ധഭക്തർക്ക് അവർ ഗോലോക വൃന്ദാവനത്തിലാണോ, അവർ അമേരിക്കയിലാണോ, അവർ ഇന്ത്യയിലാണോ എന്ന് തമ്മിൽ വ്യത്യാസമില്ല. ഇതായിരുന്നു പ്രഭുപാദർ പറഞ്ഞത്. പ്രഭുപാദർ ഒരിക്കലും ഭഗവാന്റെ ലോകം വെടിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഭഗവാന്റെ കൂടെയാണ് എപ്പോഴും. ഇതാണ് പരിശുദ്ധ ഭക്തരുടെ പ്രത്യേകത. അവരുടെ പ്രവർത്തനം എന്താണ്? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മച്ചിത്താ മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട പരസ്പരം ബോധദീപ്തമാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ഞാൻ പെട്ടെന്ന് അവസാനത്തെ പാരഗ്രാഫ് കൂടി വായിക്കാം. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിവരണങ്ങളാണ്. അതിനാൽ തന്നെ ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് എത്രയും പ്രിയങ്കരമാണ്. ഇത് ഭാഗവതത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം. ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചോ സാമ്പത്തിക ഉന്നമനത്തെക്കുറിച്ചോ ഇന്ദ്രിയ സുഖാനുഭവങ്ങളെക്കുറിച്ചോ മുക്തിയെപ്പറ്റിയോ തന്നെ അല്ലെങ്കിൽ ധർമ്മമർത്ഥം കാമം മോക്ഷം അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആധ്യാത്മിക സ്വഭാവത്തെ പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് കൃഷ്ണാവബോധത്താൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവർ അത്തരം ഉത്കൃഷ്ട ഗ്രന്ഥത്തിൻ്റെ ശ്രവണത്തെ ആനന്ദം കൊള്ളുന്നു. യുവമിഥുനങ്ങൾക്ക് അന്യോന്യ സമ്പർക്കത്തിൽ അനുഭൂതമാകാറുള്ളത് പോലെ ഒരാനന്ദം. ഹരേ കൃഷ്ണ.